നല്ലതാണ്. ക്ഷേമ പെൻഷൻ കൂട്ടിയത് നല്ലതാണ്. നിലവിൽ വന്ന സമയം മുതൽ ഞങ്ങൾ ഇറങ്ങുന്നതിന് 2000 രൂപ ആക്കുമെന്ന് സർക്കാർ പറഞ്ഞു. അത് പടിപടിയായിട്ട് കൂട്ടി ഇപ്പോൾ 2000 ആക്കി. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടല്ല. ഇലക്ഷൻ വരും പോവും, തോൽവി വിജയം സ്വാഭാവികം, അതൊന്നും കണ്ടുകൊണ്ടല്ല. പക്ഷേ അവർ പറഞ്ഞ് കയറിയതനുസരിച്ചിട്ട് അവർ കൂട്ടി, അത്രയേ ഉള്ളൂ. വീണ്ടും അവർ അധികാരത്തിൽ വന്ന് അവർ കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. അത് ഞാനും പെൻഷൻ കൊടുക്കുന്ന ഒരു ഏജൻറ്റാണ്, സഹകരണ സംഘം വഴി എനിക്കറിയാം. അതുകൊണ്ട് ഞാനും പിന്നെ നല്ല കാര്യമാണത് കിട്ടുന്ന. അത് വാങ്ങിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ. അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വന്നു എന്നറിയുമ്പോൾ അവർ വിളിക്കും, മെമ്പറെ വന്നെന്ന് ചോദിക്കും. കാരണം അവർക്കത് അത്യാവശ്യമാണ്. മരുന്ന് വാങ്ങിക്കാനായാലും അവർക്ക് ആഹാരം കഴിക്കാനായാലും പല കാര്യത്തിന് ഈ പൈസ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അവർ ചോദിക്കും, സ്വാഭാവികമാണത്. അതുകൊണ്ട് കൂടെ അല്ലാതെ ഇലക്ഷൻ പറഞ്ഞതിന് കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇലക്ഷൻ ഇന്ന് വരുന്ന ആളെ പോകില്ലേ. അതുകൊണ്ട് ഇലക്ഷൻ ഒന്നും കൂട്ടിയല്ല. അവർ കയറിയപ്പോഴേ പ്രകടന പത്രമേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ 2000 രൂപ ആക്കും, 2500 രൂപ. അപ്പോൾ അടുത്ത് വീണ്ടും ഭരണം വരികയാണെങ്കിൽ അവർ വീണ്ടും 2500 ആക്കും. അതിനൊരു മാറ്റമില്ല. സ്വാഭാവികമാണ്. നല്ല കാര്യമാണത്. എനിക്ക് നല്ല കാര്യം തന്നെ തോന്നണം. പെൻഷൻ കൂട്ടിയ മോശം എന്നാരെങ്കിലും പറയുമോ? നല്ലതെന്ന് തന്നെ പറയുള്ളൂ. വന്ന് 2000 രൂപ അത് മാറ്റാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഘട്ടം ഘട്ടമായിട്ടല്ലേ പിന്നെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ. അത് ഇനിയും മാറി വരും. 2000 എന്നുള്ള അടുത്ത് ഇനി ഇതൊക്കെ വരുമ്പോൾ അടുത്ത് മാറി വരും. ഒരു കാരണവശാലും ഇത് കുറഞ്ഞു വരുന്നില്ലല്ലോ. അത് ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും, അല്ലാത്തൊരു വേണ്ട. നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് എന്നും കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഇലക്ഷൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ അവർ കൂടുതൽ തരണത്. അല്ലെങ്കിൽ അവർ 1600 രൂപ തരുള്ളൂ. ഇതിനു മുമ്പേ 600 രൂപ വെച്ച് തന്നില്ല. ഇപ്പം 1600 ആയപ്പോൾ തരയല്ലേ എല്ലാ മാസവും. 2000 തരും മാസം. പെൻഡിങ്ങിലുണ്ട് മറ്റേ ഇതിൻ്റെ നിർമ്മാണ തൊഴിലാളികൾ. ഇതിൽ 17 മാസം 17ാമത്തെ മാസമാണ്. അത് തീരുവൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. നമ്മളെപ്പോലെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കിട്ടാനുണ്ട്. ക്ഷേമ പെൻഷനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 1600 രൂപ. അടുത്ത മാസം 2000 രൂപ കിട്ടുമെന്ന് പറയണം. 2500 കിട്ടേണ്ടതാണ്. പക്ഷേ 2000 എങ്കിലും ഇപ്പോൾ വർദ്ധിപ്പിച്ചത് വളരെ നല്ലത്. ഇതിപ്പോൾ 2500 പറഞ്ഞിരുന്നു, 2000 തരുന്നുണ്ട്. പക്ഷേ 2500 തരണം. അതാണ് എൻ്റെ ആ പ്രകടനപത്രിക പൂർണ്ണമാവുള്ളൂ. പ്രകടനപത്രിക ഇതൊന്നും പറയുക ചെയ്യുന്ന മറ്റൊന്നാണെങ്കിൽ എന്തില്ല, പ്രകടനപത്രത്തിലൂടെ ഒരു കാരണവുമില്ല. വെറും കടലാസ് മാത്രമല്ലേ ഉള്ളൂ. അവരുടെ തന്ത്രമൊന്നുമല്ല. കാരണം അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറഞ്ഞിരുന്ന പെൻഷനൊക്കെ കറക്റ്റായി മുടങ്ങി തന്നു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്ത്രമല്ല ഇത്. അവർ നമുക്ക് അതുവഴി തരുന്ന ഒരു ഇതാണ്, നിക്ഷേപമാണ്. അല്ല, ഇനിയിപ്പോൾ അവർ വീണ്ടും വരുവാണെങ്കിൽ 2500 ആക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മൾ കൂലിപ്പണിക്ക് തന്നെ വേണം. പണിയില്ലാത്തപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസം തന്നെ. ഇലക്ഷൻ പ്രമാണിച്ച് അവരുടെ പ്രകസനം ഇതൊക്കെ നേരത്തെ കൂട്ടേണ്ടതല്ലേ. ഇത് അവർ ഇറങ്ങുന്ന സമയത്ത് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ ഇലക്ഷൻ പ്രമാണിച്ചാണ് അവർ കൂട്ടിയത്. നേരത്തെ തരാമായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ തരാമായിരുന്നു. ഇത് പ്രാബല്യത്തിൽ വന്നില്ലല്ലോ, പറഞ്ഞല്ലേ ഉള്ളൂ. ഇലക്ഷൻ ആകുമ്പോൾ എല്ലാവരും പറയാം അത് പിന്നെ നടപ്പിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വർഷമായിട്ട് എന്തോ അവർ ചെയ്തു, ഒന്നും ചെയ്തില്ല. ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ അങ്ങനെ പറയും, ഒരുപാട് വാഗ്ദാനങ്ങൾ പറയും. പക്ഷെ ഒന്നും നടക്കൂല. 4 വർഷം കൊണ്ട് എന്തോ ചെയ്തവർ ഒന്നും ചെയ്തില്ല. ഇതിലൊന്നും എനിക്ക് വലിയ ഇതില്ല. പൈസ കൂട്ടുന്നത് നല്ല കാര്യം തന്നെ. ഇലക്ഷൻ ആയിട്ട് കൂടിയത്. അത് ഇലക്ഷൻ തീരുമ്പോൾ ഇതെല്ലാം പോകും. മറ്റേ പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക്, മറ്റേ കെട്ടിട തൊഴിലാളിയുടെ ആ പെൻഷൻ പോലും എല്ലാം പെൻഡിങ് ഉണ്ട്. അത് സർക്കാരിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പൈസ വരുമ്പോൾ ശരിയാവും. എന്തായാലും അവർ കൂട്ടിയതൊന്നും കുറച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് 2000 വെച്ച് കിട്ടും ആളുകൾക്ക്. 2000 കൂട്ടുന്നത് നല്ല കാര്യം തന്നെ. കിട്ടുന്നത് നല്ലതല്ലേ ആളുകൾക്ക്. കൂട്ടി കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കൂല. എത്രയും നാളുകൊണ്ട് ആളുകൾ 1600 വാങ്ങിക്കണം. അത് ഇതുവരെയും കുറച്ചില്ലല്ലോ. കാരണം വലിയൊരു സംഖ്യയായിട്ടാണ് കാണുന്നത്. നമ്മളെ കുടുംബത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വലിയ നേട്ടമാണ്. അത് ചിലർക്ക് അറിയില്ല. അപ്പോൾ അത് നമ്മളെ ഗവൺമെൻറ് ചെയ്യുന്നത് എല്ലാവർക്കും, കിട്ടുന്നവർക്ക് എല്ലാവർക്കും അത് പുണ്യമായിട്ടേ വരൂ. ഇനിയും നാളെ അവർ തന്നെ ഭരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. പാവപ്പെട്ട ആൾക്കാർക്കല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പെൻഷൻ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ 2000 ആയി. അത് മാറ്റാനും ചെയ്തതല്ലേ, അവർ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ കഴിഞ്ഞ പ്രാവശ്യം. അതല്ലേ ഇപ്പോൾ കൊടുത്ത, കുഴപ്പമില്ല. അത് നല്ല കാര്യം തന്നെ. ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ 5000 കിട്ടിയാലും മുതലാവാത്ത അവസ്ഥയാണല്ലോ. കാലാകാലങ്ങളായിട്ട് മാറ്റി തരയില്ലേ. അതിപ്പോൾ അടുത്ത വർഷം തൊട്ട് കിട്ടുമെന്നും പറയുന്നു. അത് നല്ല കാര്യം തന്നെ, അത്ര തന്നെ. എങ്ങനെയും കണക്കാക്കാം. ഇലക്ഷൻ്റെ ഒരു ഫീൽഡിൽ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്കത് അർഹതപ്പെട്ട പൈസയാണ്. അല്ല പല വാഴ്ത്താരങ്ങളും പറയും രാഷ്ട്രീയ പാർട്ടിയല്ലേ. ഇപ്പോൾ കൂട്ടിയില്ലേ, 35 വയസ്സുള്ള 60 വയസ്സുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. അത് കൊടുക്കുന്നതിന് അവർക്ക് പെൻഷൻ കിട്ടാത്തതുകൊണ്ടല്ലേ അത് കൊടുക്കുന്നത്. അപ്പോൾ നാളെ അവർക്ക് പെൻഷൻ കിട്ടി കൊടുക്കുമ്പോൾ അതിന് എമൗണ്ട് മാറും, വ്യത്യാസം വരില്ലേ. ആശാവർക്കർമാർക്ക് 1000 രൂപ കൂട്ടി, അംഗൻവാടിക്കാർക്ക് 1000 രൂപ കൂട്ടി. ഇതൊരു ഇലക്ഷൻ കണ്ടുകൊണ്ടാണ്. പടിപടിയിട്ട് ഓരോ വർഷം കൂട്ടും. അതിപ്പോഴും കൂട്ടിയെന്നുള്ളൂ. അല്ലാതെ ഇലക്ഷൻ മുന്നേ കണ്ടുകൊണ്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല.
സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളവരെ കുറ്റം കണ്ടുപിടിക്കാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത്. അവർ നല്ല വശം കാണാൻ നമ്മൾ താല്പര്യപ്പെടാറില്ല. അതിൽ വന്നൊരു പ്രശ്നമാണ്. അത് കുഴപ്പമില്ല. കൂട്ടിയാൽ നല്ലതാണ്, ഇനിയും കൂട്ടട്ടെ, കിട്ടുന്ന ആൾക്കാരെ കിട്ടട്ടെ. ഭരണം നല്ലതാണെങ്കിൽ, അത് മന്ത്രി കയറിയാൽ ഭരണം നല്ലതാണെങ്കിൽ വീണ്ടും തുടർ ഭരണം ഉണ്ടാവും.